ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടയായിട്ടുള്ളൊരു വിഭവമായിട്ടാണ്. വേറൊന്നുമല്ല, നമുക്ക് ഇതിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു താറാമുട്ടയാണ്. ഇത് നമുക്ക് എങ്ങനെ ബുൾസൈ ചെയ്യാം. ഇപ്പോൾ താറാമുട്ട ബുൾസൈ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മുഖം മാറിയിട്ടുണ്ടാവും. താറാമുട്ട എങ്ങനെയാണ് ബുൾസൈ ചെയ്യുന്നതെന്നുള്ളത് വിഷമിക്കേണ്ട. ഇത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക. അതിലോട്ട് നമുക്ക് ഇച്ചിരി ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഞാനിങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ഇച്ചിരി ലേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ. അതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ മുട്ട പൊട്ടിക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുട്ടയുടെ മൂട് ഇങ്ങനെ പൊട്ടിക്കും. കാരണം താറാമുട്ട എന്നാന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് താറാമുട്ടയൊക്കെ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ നല്ലതാണെന്ന് അറിയുമ്പോൾ ഈ ഉണ്ണി നല്ല ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമുക്ക് ഈ മുട്ട ഇതിലകത്തോട്ട് പൊട്ടിച്ച് ഒഴിക്കാം. അങ്ങനെ ഞാനിത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു പിഞ്ച് കുരുമുളക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി അധികം കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 പിഞ്ച് കുരുമുളകാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അധികമൊന്നും വേണ്ട, ഒരു പിഞ്ച് ഉപ്പ് മതിയാകും. അങ്ങനെ ഞാൻ ആ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒരു വശം നല്ലപോലെ വേവാൻ വെക്കണം. കാരണം താറാമുട്ട ആയതുകൊണ്ട് മുട്ടയുടെ ഉണ്ണിക്ക് ഇച്ചിരി വേവ് ഉള്ളത് കൊണ്ടും നമുക്ക് നല്ലതുപോലെ വേവാനായിട്ട് നമ്മൾ വെക്കേണ്ടതാണ്. ഇപ്പം ഞാനിത് താറാമുട്ട ആയതുകൊണ്ട് പൊട്ടിച്ച് നല്ലപോലെ ഒരു സൈഡ് നല്ലപോലെ വേവിക്കണം. കോഴിമുട്ടയാണെങ്കിൽ അത്ര വേവ് വേണ്ട. കാരണം കോഴിമുട്ടയ്ക്ക് പെട്ടെന്ന് വേവാവുന്നതുള്ളതുകൊണ്ട് ഒത്തിരി വേവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ ഒരു താറാമുട്ട ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഒന്ന് തിരിച്ചിടണം. അപ്പം ഇങ്ങനെ തിരിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ താറാമുട്ട നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോഴിമുട്ട കഴിക്കും പോലത്തെ ഫീലാണ്. അതായത് മുട്ടയുടെ ഉണ്ണി ശരിക്കും വേവണം. താറാമുട്ടയുടെ ഉണ്ണിക്ക് ഇച്ചിരി കുത്തൽ ചൊവയുള്ളത് കൊണ്ട് മുട്ടയുടെ ആ ഒരു ഉളുമ്പ് ചൊവ്വ താറാമുട്ടയുടെ ഉണ്ണിക്ക് സാധാരണ കാണും. അതുള്ളത് കൊണ്ടിട്ടാണ് നമ്മളിത് തിരിച്ചിട്ടിട്ട് വേവിക്കുന്നത്. താറാമുട്ട ബുൾസൈ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾ ഇത് ട്രൈ ചെയ്യാറുണ്ട്. നല്ലതാണ്. ആദ്യമൊക്കെ എനിക്ക് ഇതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എനിക്കിതുപോലെ തന്നെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇതുപോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ശരിക്കും നമ്മൾ കോഴിമുട്ട കഴിക്കും പോലത്തെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ 2 സൈഡും വേവിച്ചെടുക്കുമ്പോൾ താറാമുട്ട ബുൾസൈ കഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ താറാമുട്ട എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നൊരു ഒരു വിഭവം കൂടിയാണ്. കാരണം ഇപ്പം നമുക്ക് ചൂടായത് കൊണ്ടിട്ട് ഈ തണുത്ത ആഹാരങ്ങൾ നമ്മൾ കഴിവതും കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഫലപ്രദമാകും. അങ്ങനെ നല്ലതുപോലെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവണം കേട്ടോ. മുട്ടയുടെ ഉണ്ണിയും വെള്ളയൊക്കെ നല്ലപോലെ വെന്ത് വരണം. ഒരിക്കലും ഞാൻ പ്രോമിസ് ചെയ്യുവാണ്, ഒരിക്കലും താറാമുട്ടയുടെ ആ ഒരു ഉണ്ണിച്ചൊവയൊന്നും നമുക്ക് കിട്ടത്തില്ല. ടേസ്റ്റിയാണ്. കുരുമുളകും ആവശ്യത്തിൽ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്തത് കൊണ്ടിട്ട് നമുക്ക് തോന്നത്തില്ല താറാമുട്ടയുടെ ഉണ്ണിയാണ് കഴിക്കുന്നതെന്ന് തോന്നത്തില്ല. നമ്മൾ ഒരു കാര്യം മാത്രം നോക്കുക, നല്ലപോലെ വേവിക്കുക. അത്ര മാത്രമേ ഇതിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അങ്ങനെ ഞാൻ തിരിച്ചു മറിച്ചു ഇട്ട് കണ്ടോ, ഉണ്ണി ഭാഗം കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാനൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബായ്.